Now the fifth type of shock is neurogenic shock. This is more involved in the autonomic nervous system ഇൻവോൾവ് ചെയ്ത് ഉണ്ടാവുന്ന ഷോക്കിനെയാണ് ന്യൂറോജെനിക് ഷോക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഫോർ എക്സാമ്പിൾ കേട്ടിട്ടുണ്ട്, ഒരാൾ പെട്ടെന്നൊരു ബാഡ് ന്യൂസ് കേട്ടു, അന്നേരം ഷോക്കായി, എന്നിട്ട് തല കറങ്ങി വീണു, അങ്ങനെ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം പെട്ടെന്ന് പേടിച്ചിട്ട് എന്തുവാ തല കറങ്ങി വീണു എന്ന് കേൾക്കാറുണ്ട്. ദോസ് ആർ ഓൾ ന്യൂറോജെനിക് ടൈപ്പ് ഓഫ് ഷോക്ക്. ദറ്റ് ഈസ് വെയർ a severe emotional burst like an excitement, fear, anger, this will all cause the autonomic nervous system to dysfunction. So അത് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാതെ ഒരു 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 ബ്രേക്കിൽ വരുമ്പോൾ, ഒരു ഡിസ്ഫങ്ഷൻ വരുമ്പോൾ ദിസ് ടൈപ്പ് ഓഫ് ന്യൂറോജനിക് ഷോക്ക് ഒക്കേഴ്സ്. ആൻഡ് ആ ഓട്ടോണോമിക് ഡിസ്ഫങ്ഷൻ വരുമ്പം വാട്ട് ഹാപ്പൻസ് ഇസ് there will be an increased amount of vasodilation, so fall of venous return, decrease in cardiac output, BP decreases, and thereby the patient may faint. ഫെയിൻറ്റിങ്ങിൻ്റെ വേറെ ടെർമിനോളജി ആണ്, വേറൊരു പേരാണ് സിങ്കോപ്പ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് കോമൺലി സീൻ. വി വിൽ ടോക്ക് അബൌട്ട് സിങ്കോപ്പ് ഇൻ അനദർ ടോപ്പിക്. നൗ the fifth and the last type of shock, the sixth and the last type of shock is hypovolemic shock, which is the most common type of ഷോക്ക്. ഇതിൻ്റെ അകത്ത് ഹൈപ്പോവോളിയമിക് എന്ന് പറയുമ്പം ലെസ് amount of blood volume ആണ് ഉദ്ദേശിക്കുന്നത്. So what happens is the patient will be having a cold shock where there is a decreased amount of blood volume within our body, which will result in a sharp decrease or fall in your cardiac output. Here the decrease of blood volume may be due to blood loss. ഈ ബ്ലഡ് ലോസ് എന്ന് പറയുന്നത് മേ ബി ദ ഡിഫറെൻറ്റ് കോസസ് ഇസ് അക്യൂട്ട് ഹെമറേജ് എന്ന് പറയുന്ന ബ്ലീഡിങ്. അത് സഡൻ ആയിട്ട് വരുന്ന ബ്ലീഡിങ് ഡ്യൂ ടു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ്, ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ്. അതായത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു, അവിടുത്തെ ഇൻസ്ട്രുമെൻസിൽ കൈകുത്തിയോ ബ്ലേഡ് കൊണ്ടോ എന്തേലും കൈമുറിയോ, ദറ്റ് ഇസ് പെട്ടെന്ന് ബ്ലഡ് ലോസ് വരുന്നു. സ്റ്റാബിങ് ഇഞ്ചുറീസ് ലൈക്ക് നൈഫ്, അതിൽ ആരെങ്കിലും കുത്തുവോ, ബുള്ളറ്റ് ഇഞ്ചുറീസ്, അങ്ങനെ വരുമ്പോൾ സഡൻ ആയിട്ട് ഹെമറേജ് ബ്ലീഡിങ് ഉണ്ടാകുന്നതിൽ ഹൈപ്പോവോളീമിയ ഉണ്ടാവും. നൗ another reason is blood loss due to any surgical procedure ചെയ്തിട്ട് if they are losing a lot of blood, or parturition, ദാറ്റ് ഈസ് ചൈൽഡ് ബർത്ത്. പ്രസവ സമയത്ത് ഒരു സ്ത്രീക്ക് അവരുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ലാർജ് എമൗണ്ടായിട്ട് ലോസ് വന്നാലും ദേ ക്യാൻ ഗോ ടു ഹൈപ്പോവോളമിക് ഷോക്ക്. അനദർ റീസൺ ഇസ് ഫ്ലൂയിഡ് ലോസ് ഡ്യൂ ടു ഡയറിയ ഓർ വോമിറ്റിംഗ്. ഛർദിലോ വയറ്റിൽ അസുഖം ഉണ്ടായിട്ട് ഡയറിയ ഉണ്ടാവുന്ന ആൾക്കാർക്ക് ലോസ് ഓഫ് ബ്ലഡ് വോളിയം ഉണ്ടാവും. അതിനനുസരിച്ച് ഹൈപ്പോവോളമിക് ഷോക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. വരുന്ന പേഷ്യൻസ്, ദറ്റ് ഈസ് ഇപ്പം ഒരാളുടെ ദേഹം മൊത്തം പൊള്ളി, അവർക്ക് അവരുടെ ബോഡിയുടെ ഫ്ലൂയിഡ് ലോസ് വന്നിട്ട്, ബിക്കോസ് ദിയർ സ്കിൻ വിച്ച് പ്രൊട്ടക്ട്സ് ദിയർ ഫുൾ ബോഡി, അത് മൊത്തം ബേൺ ചെയ്ത് അതിൻ്റെ ഫങ്ഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാണ്ട് വന്നിട്ട് ബോഡിയുടെ ഫ്ലൂയിഡ് മൊത്തം ലോസ് വരുമ്പോൾ ഹൈപ്പോവോളമിക് ഷോക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. സോ ദീസ് ആർ ദി കോമൺ കോസസ് ഫോർ ഹൈപ്പോവോളമിക് ഷോക്ക്. ആൻഡ് ഷോക്കിൽ ഏറ്റവും കോമണൈസ്ഡായിട്ട് കാണുന്ന ഒരു ഷോക്ക് എന്ന് പറയുന്നത് ഹൈപ്പോവോളമിക് ഷോക്കാണ്. Now the major features include pallor, that is pale ആയിട്ടിരിക്കും. ക്ലമി സ്കിൻ, ദറ്റ് ഇസ് സ്കിന്നൊക്കെ ചുരുണ്ട് ഒരുമാതിരി, നമ്മളിപ്പം തണുത്ത വെള്ളത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ കുറേ നേരം വെള്ളത്തിനകത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഇങ്ങനെ ചുരുണ്ടിരിക്കത്തില്ലേ, അതുപോലെ ക്ലമി സ്കിൻ ഡ്യൂ ടു പെരിഫറൽ വാസോ കൺസ്ട്രക്ഷൻ. The next clinical feature is dyspnea, ശ്വാസം മുട്ടൽ ഡ്യൂ ടു ഹൈപ്പോക്സിമിയ. ഹൈപ്പോക്സീമിയ എന്ന് പറയുന്ന ലെസ് amount of oxygen content in your tissue level. ബോഡി ടിഷ്യൂസിനുള്ളിൽ ഓക്സിജൻ കണ്ടൻറ്റ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥേനെയാണ് ഹൈപ്പോക്സീമിയ എന്ന് വിളിക്കുന്നത്. ആൻഡ് കോസിങ്
ഡിസ്നിയ ബ്രെത്ത്ലെസ്നെസ്, ഹൈപ്പർ ആപ്നിയ ദറ്റ് ഇസ് കിതപ്പ് ഉണ്ടാവുന്നത്, ഒളിഗ്യൂറിയ ഡ്യൂ ടു റീനൽ വാസോ കൺസ്ട്രിക്ഷൻ, hypotension bp decreasing due to low blood volume, tachycardia increased heart rate due to compensatory adjustment body ചെയ്യുന്നത് കൊണ്ട് ഹാർട്ട് റേറ്റ് കൂടുവാണ് കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടാനായിട്ട്. സോ ആ കോമ്പൻസേറ്ററി മെക്കാനിസം നടക്കുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടും. ആൻഡ് യൂഷ്വലി പേഷ്യൻറ്റ് ഇസ് കോൺഷ്യസ് വെൻ ദിസ് ഷോക്ക് ഇസ് occurring. So these are the major features that includes hypovolemic ആയിട്ടുള്ള ഷോക്ക്.